ഹായ് എവരിവൺ. പട്ടായയിൽ വന്ന് ഇറങ്ങിയ ഒരാൾക്ക് ബോത്ത് ഡേ ആൻഡ് നൈറ്റ് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും. നൈറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് പട്ടായയിലെ വാട്ടർ ആക്ടിവിറ്റീസിനെ കുറിച്ചായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഓടി ഞങ്ങളുടെ സ്പീഡ് ബോട്ട് പിടിക്കാൻ വേണ്ടി ചെല്ലും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മുടെ മെയിൻ ബോട്ടിൽ പോകാൻ. മെയിൻ ബോട്ടിലാണ് എല്ലാ ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്തേക്കുന്നത്. സ്പീഡ് ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ആദ്യമൊക്കെ നല്ലൊരു അഡ്വഞ്ചറസ് ത്രില്ലിംഗ് ഒക്കെ തോന്നിയെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക പേടിയായി. കാരണം ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്, തെറിച്ച് പോകുന്നുള്ള ഓരോ വേവിൽ കൂടെ കയറുമ്പോഴും സ്പീഡ് ബോട്ട് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ബോട്ടിലെത്തി. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കോംബോ എടുത്തു, അതായത് എല്ലാം ഇൻക്ലൂഡഡ്. എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തു. വൈഫിന് ഇഷ്ടമുള്ളത് വൈഫ് ചെയ്തു, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു. ഇതിനകത്ത് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരച്യൂട്ട് വരുന്നുണ്ട്, അണ്ടർ വാട്ടർ വരുന്നുണ്ട്, പിന്നെ ഒരു ജെറ്റ് സ്കീ വരുന്നുണ്ട്, പിന്നെ ബനാന റൈഡ് വരുന്നുണ്ട്. ഇത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഏതെങ്കിലും 3 എടുത്താൽ പോലും ഈ 4 കൂടുതൽ വരും. പക്ഷേ എനിക്ക് അവസാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വെർത്തായിട്ടുള്ളത് പാരച്യൂട്ടും അണ്ടർ വാട്ടറുമാണ്. അത് മാത്രം സെലക്ട് ചെയ്താൽ മതിയെന്ന് എനിക്ക് പിന്നീട് തോന്നി. സ്പീഡ് ബോട്ട് ഈ പാരച്യൂട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ ചില സമയത്ത് ആകാശത്ത് 1-2 മാത്രമല്ല പാരച്യൂട്ട് ഉണ്ടാവുക, ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാട്ടോ. പിന്നെയാണെങ്കിൽ ഈ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഒരു സിംഗിൾ കമ്പനിയല്ല, പല കമ്പനികളുണ്ട് കേട്ടോ. അതിലൊരു കമ്പനിയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം അതിന് കീഴിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് അണ്ടർ വാട്ടർ വാക്കിംഗ് ആട്ടോ. ഒരു രക്ഷയില്ല. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തായാലും ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്കൊരു ഭയങ്കര അനുഭവം തരും. അങ്ങനെ ഞാൻ കടലിലെ അടിത്തട്ടിലെ മീനെ കാണാനായിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ വലിയൊരു ഹെൽമെറ്റൊക്കെ നമ്മുടെ തലയിലേക്ക് വെച്ചിട്ട് താഴേക്ക് പോകുന്നത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു ആക്ടിവിറ്റി കേട്ടോ ഇത്. നീന്തൽ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ആക്കപ്പാടെ ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഇയറിലെ ഒരു ചെറിയൊരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തരും. അങ്ങനെ അവസാനം ഞാൻ കടലിൻ്റെ അടിത്തട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഈ സ്കൂബ ഡൈവേഴ്സിൻ്റെ കയ്യിൽ ചെറിയ ബ്രെഡിൻ്റെ പാക്കറ്റ് ഉണ്ട്. അവർ അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എറിഞ്ഞിടും. അപ്പം മീനുകളെല്ലാം വന്ന് അത് തിന്നാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഞാനാണെങ്കിൽ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഫിഷുകളാട്ടോ ഇപ്പം എൻ്റെ തൊട്ടടുത്ത് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബ്രെഡൊക്കെ വാങ്ങി തിന്നുന്നത്. എന്താ പറയുക, ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു അനുഭവം. ഇതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് തൈലൻഡിൽ വരാൻ പറ്റുമെന്നോ, ഇങ്ങനെ അണ്ടർ വാട്ടർ ചെയ്യാൻ പറ്റുമെന്നോ. ഞാൻ ഈ അണ്ടർ വാട്ടർ ഫിഷിന് ഈ തീറ്റ കൊടുക്കുന്നതും എന്തോരം വർണ്ണിച്ചാലും എന്തോരം കാണിച്ചാലും നിങ്ങൾക്ക് ആ കറക്റ്റായിട്ടുള്ളൊരു ഫീൽ ഒരിക്കലും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ശരിക്കും അവിടെ വന്ന് ചെയ്യണം. കാരണം ആ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്നു, ഫിഷിനെ തീറ്റ കൊടുക്കുന്നു. ഇതുവരെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഫിഷസ് എല്ലാം നമ്മുടെ ചുറ്റും വന്ന് പൊതിയുന്നു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. സ്കൂബ ഡൈവ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സേഫാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു അണ്ടർ വാട്ടർ ആക്ടിവിറ്റി എല്ലാവരും ശരിക്കും ആസ്വദിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവരും ഫിഷിനെ തൊടാൻ നോക്കുന്നു, തീറ്റ കൊടുക്കാൻ നോക്കുന്നു. ഞാനൊക്കെ ആണെങ്കിൽ എന്താ പറയുക, മറന്ന സമയം പോകണമെന്ന് അറിയുന്നേ ഇല്ല. പിന്നെ ചെവിയിലുള്ള ഈ പ്രഷറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ മറന്നു. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുത കാഴ്ചയാണ് അത്. നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ടി വിയിലും അല്ലെങ്കിൽ അക്കൂറത്തിലും കാണുന്ന ഫിഷിനെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ തീറ്റ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യവും ഒരു ഭയങ്കര സന്തോഷവും അത്ഭുതമൊക്കെയാണ്. നമ്മൾ ഈ ഗോപ്രോ ഒക്കെ ആയിട്ട് ഇങ്ങനെ താഴത്തെ കൂടെ എല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തോടൊപ്പം
ഒരു പുള്ളി നമ്മുടെ അടുത്തേക്ക് കൂടി കേട്ടോ. പുള്ളിയാണെങ്കിൽ എവിടെ നിന്നോ പോയൊരു ക്ലൗൺ ഫിഷിൻ്റെ ഒരു കൂട് പൊക്കിക്കൊണ്ട് വന്നു കേട്ടോ. അതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരുന്ന ക്ലൗൺ ഫിഷില്ലേ, ആ കൂടെ അവിടെ നിന്ന് പൊക്കിയ കാര്യം പോലും പുള്ളിക്കാരൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ക്ലൗൺ ഫിഷാണെങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ കുറച്ച് ബ്രെഡൊക്കെ കൊടുക്കാൻ നോക്കി, പുള്ളി ഉണ്ടോ മൈൻഡ് ചെയ്യുന്നു. പുള്ളി വീണ്ടും ആ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് വേണമെങ്കിൽ എനിക്ക് കൈ കൊണ്ട് പിടിക്കുക എന്നുള്ള രീതിയിൽ അത്ര അടുത്ത്. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഞാൻ ഈ ഗോപ്രോ ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ടാണെന്നറിയില്ല, പുള്ളിയുടേതായ കുറേ അഭ്യാസങ്ങൾ കാണിച്ചു തുടങ്ങി കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേറെ ആർക്കും ഇങ്ങനെ ഒരു അഭ്യാസം മറ്റുള്ള സ്കൂബ ഡൈവേഴ്സ് കാണിക്കുന്നില്ല. എനിക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. പിന്നെ ഞങ്ങൾ കൈയൊക്കെ കൊടുത്ത് ഒരു ലൈക്കും ഒരു ഫിസ്റ്റ് ബമ്പൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ പിരിഞ്ഞു. പിന്നെ അവസാനം അവിടെ നിന്ന് കയറി പോരാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഹെൽമെറ്റ് നല്ല വെയിറ്റും ഉണ്ട്, അതുപോലെ എൻ്റെ ഒരു മറ്റേ കയ്യിൽ ആക്ഷൻ ക്യാമറ ആണല്ലോ. പിന്നെ ഈ കാണുന്ന പുള്ളിയാണ് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സഹായിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ബീച്ചിലേക്ക് വന്നു കേട്ടോ. നമ്മൾ തുണിയെല്ലാം നനഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി. അപ്പോഴാണ് നമ്മളെ ഈ താരത്തെ കണ്ടത്. ഇത് നമ്മുടെ മഡഗാസ്കർ മൂവിയിലെ ആ ഒരു കിങ്ങില്ലേ, അവൻ തന്നെ. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നല്ല രസമായിരുന്നു അവൻ്റെ വികൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാങ്കോക്കിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാട്ടോ. അവിടുത്തെ ഗോൾഡൻ ബുദ്ധ, പിന്നെ അവിടുത്തെ സഫാരി വേൾഡ് തന്നെ ഉണ്ട് ഒരുപാട് കാണാൻ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.